ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നാളെയും കൂടി ഉള്ളൂ കേട്ടോ മോൾക്ക് ക്ലാസ്. നാളെ സെലിബ്രേഷനാണ്, നാളെ സ്കൂൾ പൂട്ടും. ഇനി 10 ദിവസം അവധിയാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോകും കേട്ടോ. അതേ പതിവ് പോലെ തന്നെ രാവിലെ ഇതേ അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാലത്തേക്ക് ചോറ് വെക്കാമെന്ന് വിചാരിച്ചേ. അതുകൊണ്ട് വലിയ ചട്ടിയിലാണ് കേട്ടോ ചോറ് വെച്ച്. പിന്നെ ഇതേ കുട്ടികൾക്കുള്ള ചായ എടുത്ത്, പിന്നെ എനിക്ക് കോഫി എടുത്ത്. പിന്നെ ഈ ചായ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. രാവിലെ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഉന്മേഷക്കുറവും അതുപോലെ എന്തോ വിശപ്പ് എന്തൊക്കെ പോലെ തോന്നുവേ. അപ്പോൾ അതേ രാവിലേക്ക് കറി വയ്ക്കാൻ ഞാൻ ബീൻസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. സബോളയും പച്ചമുളകൊക്കെ ഇട്ടത് ഈ അടുപ്പിൽ താളിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഉണക്കമീൻ വറുത്തിട്ടുണ്ടായിരുന്നു. ഉണക്കമീൻ വറുത്താൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണക്കമീൻ വെച്ചിട്ടുണ്ട് വെച്ചാൽ പുളിച്ചാറോ അല്ലെങ്കിൽ രസമോ വെച്ചാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇന്നലെ വൈകുന്നേരം ചപ്പാത്തിക്ക് കപ്പ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുരിങ്ങ ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് ചോറെല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യോടെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടു. കുടിക്കാനും കുളിക്കാനുള്ള വെള്ളം എല്ലാം ഞാൻ ചോറ് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബീൻസ് എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഇങ്ങനെ മുരിങ്ങയും പരിപ്പും കൂടി ചാറ് വെക്കാനുള്ളത് അരപ്പ് തയ്യാറാക്കുക. അതിലേക്ക് തേങ്ങ, കുരുമുളക്, ജീരകം എല്ലാം കൂടി ഒന്ന് അരയ്ക്കാൻ വെച്ച് അപ്പോഴാണ് ഈ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പോലെ എപ്പോഴും പുറത്ത് വന്ന് നിൽക്കുന്ന പോലെ ഒന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഈ സൈഡ് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ചെടികളിനെ വെട്ടിക്കളഞ്ഞു. ഇവിടെ മതിൽ കെട്ടുക കേട്ടോ. ഇവിടുത്തെ മതിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു മഴ സമയമായത് കാരണം. അത് കാരണം അതേ പുതിയതായിട്ട് ഇവിടെ സൈഡൊക്കെ മതിൽ കെട്ടുകയാണ്. അപ്പോൾ അവിടെ നിന്ന ചെടികൾ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. മുരിങ്ങയും റോസാ ചെടികൾ, ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം രാവിലെ എണീച്ച് ഇവിടെയൊക്കെ കുറച്ച് നേരം വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. കാണാൻ തന്നെ നല്ല രസമാണ്. പൂച്ചെടികളും എന്ത് രസമാണല്ലേ കാണാൻ. പക്ഷെ അത് പോയപ്പോൾ ഭയങ്കര വിഷമമായി. അതുപോലെ ഈ സൈഡിലുള്ള ചെടികളും എല്ലാം പറിച്ച് കളയുണ്ടോ. ഇവിടെ ഇതുപോലെ മതിൽ കുറച്ച് കെട്ടാനുണ്ട്, അവിടെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ എല്ലാം വെട്ടിക്കളയുണ്ടോ. അപ്പോഴേക്കും ഈ പരിപ്പെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച് തേങ്ങയൊക്കെ ഒഴിച്ചു. പിന്നെ മുരിങ്ങയെല്ലാം കൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നന്നായി തിളച്ച ശേഷം അതിലേക്ക് ഈ കടുകെല്ലാം പൊട്ടിച്ച് ഇത് വന്നിട്ട് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി എല്ലാം ഇട്ട് താളിച്ച് കൊട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് വലിയ ചട്ടിയിൽ ചോറ് വെച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഊറ്റുന്നത്. ചെറിയ ചട്ടിയാണെങ്കിൽ ഞാൻ ഊറ്റും, പക്ഷേ ഇങ്ങനെയാകുമ്പോൾ എനിക്ക് വലിയ ചട്ടിയിൽ ഊറ്റാൻ പറ്റില്ലേ. അപ്പോഴേക്കും ഇത് അതെല്ലാം ഊറ്റിയെടുത്തു. പിന്നെ അത് വേഗം ഒന്ന് ഉള്ളൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ടു. പിന്നെ വേഗം വന്നത് ഈ അടുപ്പത്തിട്ടൊക്കെ ഒന്ന് വേഗം തുടച്ചു കേട്ടോ. ഇത് വന്നിട്ട് കുടിക്കാനല്ല കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അത് കുളിക്കാനുള്ള വെള്ളം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം അത് വെച്ചു. അപ്പോഴേക്കും ഇതേ മുകളിൽ ലഞ്ച് ബോക്സ് എല്ലാം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് അത്തമല്ലേ, അത്തമായതുകൊണ്ട് നമ്മുടെ നൈബ്രതി അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ വളമൊക്കെ മെഴുകും കേട്ടോ. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ പശുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളമൊന്നും ഇട്ടിട്ടില്ല. അവർ തൽക്കാലം റോട്ടിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതിനത് ഈ മോളെല്ലാം റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഓട്ടോ നേരത്തെയാണ് കേട്ടോ വന്നത്. അങ്ങനെ ഓട്ടോ വന്ന് മോള് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ അലക്കിയിട്ട തുണികളെല്ലാം വിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു. മുരിങ്ങക്കറിയുണ്ട്, അതുപോലെ കപ്പ, അതുപോലെ ഉണക്കമീൻ, പിന്നെ നെല്ലിക്ക അച്ചാർ. അപ്പോൾ അതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം TV കണ്ടു കേട്ടോ. ഞാൻ വന്ന് സിനിമയല്ല കേട്ടോ കാണുന്നത്, നമ്മുടെ കാത്തുമില്ലേ മോന് കാണുക കേട്ടോ, കാത്തു. അപ്പോൾ അതും കണ്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാൻ പറ്റും. ബേബി, സി യു.